Hello friends, welcome to my channel again. Dialects Evo Learning Made Easy Part 15. ഇത് കുറച്ച് മുമ്പിട്ട് പാർട്ട് 14 ഞാൻ വേറൊരു സെക്ഷനായിരുന്നു ചെയ്തൊരു ഓഫീസ് ബിൽഡിംഗ്. പക്ഷേ പാർട്ട് 15 എനിക്കിപ്പോഴൊരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. സെയിം പ്രോജക്റ്റിൽ തന്നെ ഡോക്യുമെൻറ്റേഷനെ കൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. സോ ഐ എം ജസ്റ്റ് മേക്കിംഗ് പ്രസൻറ്റിങ് ഹൗ ടു മേക്ക് ദ ഡോക്യുമെൻറ്റേഷൻ. നമ്മളിപ്പോൾ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി സോഫ്റ്റ് കോപ്പി അല്ല, ഹാർഡ് കോപ്പിയാണ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് ചെയ്യും ടു കൺസൾട്ടൻറ്റ് ഓർ ക്ലയൻറ്റ്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ റിപ്പോർട്ട് മുഴുവനും കൊടുക്കണം. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഹൗ എന്നുള്ളത് നമ്മൾ ആ സെയിം പ്രോജക്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ച ആ പ്രോജക്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇതെല്ലാം റിസൾട്ട് നോക്കുമ്പോൾ ഇത് ഞാൻ ലൈറ്റിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. റിസൾട്ട് എല്ലാം ഗ്രീനാണ്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ യുവർ റിസൾട്ട്സ് ആർ വിത്തിൻ ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ്. ഇതൊക്കെ ഗ്രീനാണ്. എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ടേക്ക് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് എങ്ങനെ കാണണം എന്നുള്ളത് ഇവിടെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെവിടെ ഒറ്റയടിക്ക് തന്നെ ഡോക്യുമെൻറ്റേഷൻ ഇങ്ങനെ കാണും. ഇപ്പോൾ എന്താ വന്നിട്ടുള്ളത് ഇവിടെ? ഡോക്യുമെൻറ്റേഷൻ ഈസ് ചുമ്മാ 2 പേജ് മാത്രം. ഇത് കറണ്ട് ആ റൂമിൻ്റെ ഇത് മാത്രമായിട്ട് വന്നു. അതല്ല, നമുക്ക് വി നീഡ് ദ എൻറ്റയർ ഡോക്യുമെൻറ്റേഷൻ. സോ എൻ്റെ കർസർ ഫോളോ ചെയ്യൂ. ഷോ എൻറ്റയർ ഡോക്യുമെൻറ്റേഷൻ. ഐ ക്ലിക്ക് ദിസ്. അപ്പോൾ എൻറ്റയർ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാണ് ഇപ്പോഴും. ഓക്കെ, ആ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യട്ടെ. അതിലിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിപ്പോൾ 34 പേജസ് കാണുന്നുണ്ട്. 34 അല്ല, നമുക്കിപ്പം ഇതിൽ എല്ലാ പേജിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയൊരു പ്രോജക്റ്റിനാണെങ്കിൽ തന്നെ ഒരു 2-3 റൂമുണ്ടെങ്കിൽ ഒരേ ഡാറ്റ തന്നെ ഓരോ റൂമിനും നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇത് കണ്ടില്ലേ? ഷോ ഡോക്യുമെൻറ്റേഷൻ, ഇമ്പോർട്ട് പേജ് സെലക്ഷൻ, എക്സ്പോർട്ട് പേജ് സെലക്ഷൻ, സേവ് പേജ് സെലക്ഷൻ ആസ് ഡിഫോൾട്ട്, എഡിറ്റ് എന്നുണ്ടല്ലോ. അപ്പോൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽ സീ ദ ഡീറ്റെയിൽ. ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് എഡിറ്റിലേക്ക് പോകാം. വിൽ സി വാട്ട് ഹാപ്പൻസ്. ഇതിപ്പോൾ 34 പേജായി. ആ പേജൊക്കെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു 1 by 1 ആയിട്ട്. പക്ഷേ ഇതിൽ തന്നെ ഒരേ ഡാറ്റ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തതൊക്കെ കാണും. അത് വരുന്നത് എന്താണെന്ന് പറയാൻ നമ്മളിത് എഡിറ്റിൽ പോവുക. എഡിറ്റ് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ പേജാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ്. അത് വേണ്ടെങ്കിൽ എടുത്തു മാറ്റാം. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ഇനീഷ്യലി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പേജിൽ എന്താ വരുന്നതെന്ന് അവിടെ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ അത് വേണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം, അല്ല കൊടുക്കുക. ഇമേജസ്, ലൂമിനാരി ലിസ്റ്റ്, ഇതെല്ലാം ഇനീഷ്യലി നമുക്ക് അതെല്ലാം വേണം. ലൂമിനാരി ലിസ്റ്റും കാര്യമെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ലൂമിനാരി ലിസ്റ്റ് കാണുന്നത്. വി ഡോണ്ട് നീഡ് ദാറ്റ്, അല്ലേ? അതുപോലെ ഓരോ ഇതും നോക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വി ക്യാൻ ജസ്റ്റ് ലൂമിനാരി ലിസ്റ്റ് അത് എഗെയിൻ അന്ന് ഒരിക്കൽ വന്നു കഴിഞ്ഞ് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് പ്രോജക്റ്റിൻ്റെ ലൂമിനാരി ലിസ്റ്റ് ഇനീഷ്യലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. വാട്ട് എവർ ദ പേജസ് യു വാണ്ട് ടു കീപ്പ് ഇറ്റ് ഇൻ ദ റിസൾട്ട്, യു ക്യാൻ കീപ് ദാറ്റ് വൺ. ഇനി പുതുതായിട്ട് ആഡ് ചെയ്യണം ഇമേജസ് എന്ന് പറഞ്ഞാൽ ഇമേജസ് ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ വേണ്ടിക്ക് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അപ്പിയർ ഹിയർ. അതെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? ഇപ്പോൾ പ്രിൻറ്റ് പ്രിവ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ വർക്ക്. പ്രിൻറ്റ്, കാരണം നമുക്ക് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യുക കമ്പ്യൂട്ടറിൽ സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് PDF സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിൽ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇതിപ്പോൾ പ്രിൻറ്റ് പ്രിവ്യൂ, ഇറ്റ്സ് ഗെറ്റിംഗ് പ്രിപ്പയർഡ്. നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്നുള്ളത്.
28. പ്രിൻറ്റ് പ്രിവ്യൂ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റേഷൻ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രിപ്പറേഷൻ വരുന്നുണ്ട്. പക്ഷേ പ്രിൻറ്റ് പ്രിവ്യൂ ഐ ഡോണ്ട് നോ വൈ അത് ചെറുതായിട്ട് a couple of minutes extra, I think, compared to documentation. അത് റെഡിയായി പ്രിൻറ്റ് പ്രിവ്യൂ അല്ലേ. നമുക്ക് പേപ്പറിൻ്റെ സെലക്ഷനും ഇത് ഇവിടെ ഇപ്പം ഇങ്ങനെ സൂം ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യുക. പ്രോപ്പറായിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ല A4 സൈസിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ട് സൂം ചെയ്യാനുള്ള ഇത് നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഈസ് റെഡി നാവ്. ഇനി സേവ് ആസ്. ഓക്കെ, സേവ് ആസ്. ഞാനിത് PDF ആയിട്ടാണ് ഇവിടെ. എഡിഷണലി പോസിബിൾ വേർഡ് ഡോക്യുമെൻറ്റ്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാം. ഞാനിപ്പോൾ ഇത് PDF എടുക്കുകയാണ്. ഓക്കെ, PDF പേജ് റേഞ്ച് സെറ്റിങ്സ് ഓൾ പേജസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഓൾ. ഓക്കെ, അപ്പോൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് വന്നു. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടല്ല, ഞാനിതിപ്പോൾ ട്യൂട്ടോറിയൽ പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ റിപ്പോർട്ട് എന്ന് വയ്ക്കുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ട്യൂട്ടോറിയൽ റിപ്പോർട്ട് -1. ഐ തിങ്ക് ബിക്കോസ് ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ എനിക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഞാനിത് അങ്ങോട്ട് ഇതിപ്പോൾ PDF ആയിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, എക്സ്പോർട്ടിംഗ് റിപ്പോർട്ട്, ഫോർമാറ്റിംഗ്. അതാ റിപ്പോർട്ട് സേവ്ഡ് ആയിട്ടുണ്ട് ഡെസ്ക്ടോപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആയതാണ്. ടേബിൾ ഓഫ് കണ്ടൻസ്, പിക്ചർ, ഇതൊക്കെ നമ്മളെ ഡെസ്ക്ടോപ്പിൽ സേവ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കേട്ടോ. യു ക്യാൻ സീ ദാറ്റ് വൺ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, ഹൗ ടു മേക്ക് ദ പ്രിൻ്റ് ഔട്ട് എന്നുള്ളത്. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യാണ്. ദിസ് ഇസ് ദ വേ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഏത് ഫോർമാറ്റിൽ വേണ്ടിക്കലും നമുക്ക് എടുക്കാം. പിന്നെ ഏതെങ്കിലും പേജ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ട്, ഇവിടെ ഇമ്പോർട്ട് പേജ് സെലക്ഷൻ ഉണ്ട്. അതുപോലെ എക്സ്പോർട്ട് പേജ് സെലക്ഷൻ ഉണ്ട്. സേവ് പേജ് സെലക്ഷൻ ആസ് ഡിഫോൾട്ട്. ഇതൊരു കാര്യം നോക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് പേജ് വെച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് സേവ്ഡ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സേവ് ആയിക്കഴിഞ്ഞാൽ ഇതെപ്പോഴും ഡിഫോൾട്ടായിട്ട് വരും. എവറി ടൈം യു ഡു ദ പ്രോജക്റ്റ് യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ദ പേജ് സെലക്ഷൻ. ഏതൊക്കെ വേണം, കവർ പേജ് വേണോ, പ്രീഫേസ് വേണോ, അല്ല ഇതിൻ്റെ ഇമേജസ് വേണോ എന്നൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ട് അതായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അത് ഡിഫോൾട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ എവറി ടൈം യു ഡു ദ വർക്ക് ഇത് മാത്രം അവിടെ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റിൽ ഗ്ലോസറി ഒന്നുമില്ല, ഗ്ലോസറി ഇടുന്ന ആവശ്യമില്ല. അക്കോർഡിംഗ് ടു മീ യു ക്യാൻ ഡിസൈഡ് വിച്ച് ഓവർ പേജ് യു വോണ്ട് ടു സബ്മിറ്റ്. കാരണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ചെറിയ പ്രോജക്റ്റ് വിത്ത് 5 റൂംസ്, ഒരു 15 റൂംസിലൊരു പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ ഓരോ റൂമിനും 5 or 6 ടൈപ്പ് ഷീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഐസോ ലൈൻസ്, ഫോട്ടോമെട്രിക് വ്യൂ, അല്ലെ ഡാറ്റ, ല്യൂമിനാരി ഡാറ്റാസ്, മറ്റേ ലക്സ് വാല്യൂസ്, അത് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോന്നും ഗ്ലാർ ഇൻഡെക്സും ഒക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം വെക്കുമ്പോഴത്തേക്ക് കുറേ പേജസ് ആവും. ഇറ്റ് വിൽ ബി ലൈക്ക് എ ബുക്ക്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പേജസ് മാത്രം നമുക്ക് ചൂസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ദാറ്റ് യു ക്യാൻ ഡിസൈഡ്. ഈവൻ നമ്മളൊരു പ്രോജക്റ്റിൽ എല്ലാ പേജസും എടുത്തിട്ട് കംപ്ലീറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ദ ക്ലയൻറ്റിനോ അല്ല കൺസൾട്ടൻറ്റിനോ തന്നെ ബോറടിക്കും. അവരെല്ലാത്തിലും നോക്കില്ല. മെയിൻലി ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ ലക്സ് വാല്യൂ, അതിൻ്റെ യൂണിഫോമിറ്റി, ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, ല്യൂമിനാരി ലേ ഔട്ട്, ഇതൊക്കെയാണ് അവർക്ക് കാണേണ്ടത്. അത് കണ്ടു കഴിഞ്ഞിട്ട് ലക്സ് ലേ ഔട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വെദർ ഇറ്റ് ഈസ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. യു ക്യാൻ ഡിസൈഡ്. ചിലപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടൻ്റ് തന്നെ പറയും എനിക്കിത് വേണ്ട, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ച് പേജസ് മാത്രമായിട്ട് ക്യാൻ യു സബ്മിറ്റ് ഇറ്റ് എന്ന് ചോദിച്ച കേസ് എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ചിലത് ഇല്ലാത്തത് അവർ ചോദിച്ചിട്ടുണ്ട്, ഉള്ളത് അവർ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും തരണമെന്നും പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രോജക്റ്റിനൊക്കെ. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഡോക്യുമെൻറ്റേഷൻ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് പാർട്ട് 15 ആണ്.
ഞാൻ ആക്ച്വലി ഐ ഹാവ് അനദർ പ്ലാൻ അബൌട്ട് ദ ഗ്ലെയർ ഇൻഡെക്സും യൂണിഫോം ഗ്ലെയർ റേറ്റിംഗ് ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, I hope this is okay for you people. Thanks a lot for watching. See you in the next video. Okay, bye.